നമ്മുടെ ലൈഫ് സ്റ്റോറി ടാസ്ക് എല്ലാ സീസണിലും ഉണ്ടാവാറുള്ളതാണ്. ഈ ഒരു ടാസ്ക് വഴിയാണ് കൂടുതൽ നമുക്ക് അവിടുത്തെ കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും അവരുടെ കുറേ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് ചില പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ലാഗിങ്ങും അതുപോലെ ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിങ്ങും ആണ്. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ഇതിനു മുന്നത്തെ സീസണുകളിലെ പൂക്കട്ടെ കാവടി, വെടിയേറ്റ് മരിച്ച സന, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ഉണ്ടാക്കി പറയണെന്നൊക്കെ ആണോ എന്ന് നമുക്ക് അത്രയ്ക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും വ്യക്തതയും വേണം എന്ന് ബിഗ് ബോസിന് നിർബന്ധം ഉള്ളത് കൊണ്ട് ബിഗ് ബോസ് ഇപ്രാവശ്യം വെറുതെ വന്നിരുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറയുന്നതിന് പകരം ഒരു ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഓരോ ദിവസം ഓരോ 3 പേരെ വെച്ചിട്ടായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ലൈഫ് സ്റ്റോറി ടാസ്ക് പറയാനുണ്ടായത് രേണുവിനും അതുപോലെ ഷാരിഖക്കും പിന്നെ നമ്മുടെ ഒണിയലിനുമാണ്. എന്തായാലും 3 പേരും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒട്ടും ഡ്രമാറ്റിക് ആവാതെ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലായി സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് രീതിയിലൊന്നും സംസാരിക്കാണ്ട് എന്താണോ അവർക്ക് പറയാനുള്ളത് അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വിചാരിച്ചു രേണു ഒക്കെ കുറച്ചും കൂടി കാര്യമായിട്ട് ഉള്ള രീതിയിലൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ രേണു ഒക്കെ ഭയങ്കര മിനിമലായിട്ട് ടു ദ പോയിന്റ് ആണ് സംസാരിച്ചത്. രേണുവിന് കിട്ടിയ ടോപ്പിക്സ് അച്ഛൻ അതുപോലെ പ്രൊഫഷണൽ ലൈഫൊക്കെയാണ്. പക്ഷെ പ്രൊഫഷണൽ ലൈഫ് നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ ഏവിയേഷൻ പഠിച്ചു ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള നമ്മുടെ പുറത്ത് കേൾക്കുന്ന കഥയും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും രേണു ആയാലും ഷാരിക ആയാലും അതുപോലെ ഓണിയലൊക്കെ ആയാലും കാര്യങ്ങൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷാരികയുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ പറ്റിയിട്ട് ഷാരിക വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാസ്ക് എന്തായാലും അധികം ലാഗ് വരാൻ ചാൻസ് ഉള്ള ടാസ്ക്കാണ്. പക്ഷെ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം കണ്ടസ്റ്റൻസിനെ കൊണ്ട് പറയിപ്പിക്കാനും നമുക്ക് കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.